വെൽക്കം ബാക്ക് ടു ബീറ്റാ സ്ക്വിറൽ. ഇനി നമുക്ക് ഒരു റിയാക്ട് ആപ്ലിക്കേഷൻ, സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹലോ വേൾഡ് ആപ്ലിക്കേഷൻ റിയാക്റ്റിൽ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യാൻ നോക്കാം. റിയാക്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പല ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഓൺലൈൻ കോഡ് എഡിറ്റേഴ്സ് ആയിട്ടുള്ള code.pen.io അല്ലെങ്കിൽ JSFiddle.net അങ്ങനെയുള്ള ഏതെങ്കിലും വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ലൈവായിട്ട് കോഡ് ചെയ്ത് നോക്കാം. അതിൻ്റെ ലൈബ്രറീസ് ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു HTML ക്രിയേറ്റ് ചെയ്തിട്ട് ആ HTML റിയാക്റ്റിൻ്റെ ലൈബ്രറി ഫയൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൽ കണ്ടിന്യൂ ചെയ്യാം. ഇനി അതുമല്ലെങ്കിൽ മൂന്നാമത്തെ ഓപ്ഷൻ ഉള്ളത് CLI അപ്രോച്ച് ആണ്. അതായത് കമാൻഡ് ലൈൻ ഇന്റർഫേസ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്കൊരു പ്രോജക്റ്റ്, എൻ്റയർ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമുക്കൊരു ഫയൽ അപ്രോച്ച് ആദ്യം നോക്കാം. ഞാനിവിടെ ഒരു HTML ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 JavaScript ഫയൽസ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യണം. മെയിനായിട്ട് മൂന്നാമതൊരു ഫയലും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ റിയാക്റ്റിൻ്റെ സ്ക്രിപ്റ്റ് നമ്മൾ CDN വെബ്സൈറ്റ് ഉപയോഗിച്ച് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. CDN എന്ന് പറയുന്നത് കണ്ടന്റ് ഡെലിവറി നെറ്റ്വർക്ക്. അതായത് ഇതേപോലെയുള്ള സോഴ്സ് കോഡുകളൊക്കെ എല്ലാവർക്കും യൂസ് ചെയ്യുന്ന രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വെബ്സൈറ്റുകളെയാണ് നമ്മൾ CDN എന്ന് പറയുന്നത്. unpkg.com അതൊരു CDN വെബ്സൈറ്റ് ആണ്. അതിൽ റിയാക്റ്റിൻ്റെ 18 വേർഷനാണ് നമ്മളിവിടെ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളത്, SRCയിൽ പാത്ത് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ റിയാക്ട് ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് മെയിനായിട്ട് 2 JavaScript ഫയലാണ് ഉണ്ട്. ഒന്ന് റിയാക്റ്റിൻ്റെ ഫയലും 2 React-DOM എന്ന് പറയുന്ന ഒരു ഫയലും. ഇങ്ങനെ 2 ഫയലാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ഇവിടെ മൂന്നാമതൊരു ഫയൽ കൂടി ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് Babel.js ആണ്. Babel.js എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാവാസ്ക്രിപ്റ്റിൻ്റെ പുതിയ ഫീച്ചേഴ്സ്, അതായത് ES6-ലൊക്കെയുള്ള ആരോ ഫങ്ഷൻസ് ആയാലും മറ്റുള്ള ഫങ്ഷൻസ്, ഏതൊക്കെ പുതിയ ജാവാസ്ക്രിപ്റ്റിൻ്റെ ഫീച്ചേഴ്സ് ബ്രൗസറിന് മനസ്സിലാവുന്ന രീതിയിൽ, അതായത് എല്ലാ ബ്രൗസേഴ്സും ഈ ഒരു ജാവാസ്ക്രിപ്റ്റിൻ്റെ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു സ്ക്രിപ്റ്റാണ് Babel.js എന്ന് പറയുന്നത്. അത് നമ്മൾ പ്രൊഡക്ഷൻ റെഡി ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ആവശ്യം വരില്ല. അത് നമ്മൾ CLIയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാകും, പ്രോസസ്സിങ്ങും മറ്റും. ഇവിടെ നമ്മൾ HTML അപ്രോച്ച് ആയതുകൊണ്ടാണ് Babel.js ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ HTML ഒരു ഡിവ് പ്ലേസ് ചെയ്യണം. അതായത് എവിടെയാണ് നമ്മൾക്ക് നമ്മുടെ റിയാക്ട് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. ഇവിടെ നമ്മളൊരു ഡിവ് പ്ലേസ് ചെയ്തു. അതിന് ID നമ്മൾ റൂട്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. എന്ത് വേണമെങ്കിലും കൊടുക്കാം നമുക്കവിടെ. ഇവിടെ സ്റ്റാൻഡേർഡ് അപ്രോച്ച് എന്ന് പറയുന്നത് ഒരു റൂട്ട് എന്ന് കൊടുക്കുക, empty ആയിട്ട്. അതിൻ്റെ ഉള്ളിൽ വേറെ കണ്ടന്റ് ഒന്നും കൊടുക്കില്ല. കാരണം ഈ ഒരു ഡിവിൻ്റെ ഉള്ളിലാണ് നമ്മൾ ചെയ്യുന്ന റിയാക്റ്റിൻ്റെ കോഡുകളൊക്കെ പ്ലേസ് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം നമ്മളൊരു ജാവാസ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് text/Babel ആണ്. ഇതൊരു ബാബിൾ സ്ക്രിപ്റ്റ് ആണ് എന്നാണ് പറയുന്നത്. അങ്ങനെ ജാവാസ്ക്രിപ്റ്റിനോട് നമ്മൾ പറയേണ്ടത് ബാബിൾ സ്ക്രിപ്റ്റ് ആണ്, ഇത് കമ്പൈൽ ചെയ്യണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ടൈപ്പ് കൊടുത്തിട്ടുള്ളത്. നമ്മളിവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കി, ഒരു ഫംഗ്ഷൻ മൈ ആപ്പ്. അതൊരു ലെറ്റേഴ്സ് നോക്കണം. മൈ ആപ്പ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ കേസിലാണ് M-ഉം A-യും കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ആ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ജസ്റ്റ് റിട്ടേൺ, നമ്മളൊരു HTML ആണ് അവിടെ റിട്ടേൺ ചെയ്യുന്നത്. സാധാരണ നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ HTML എഴുതി കഴിഞ്ഞാൽ ഇത് വർക്ക് ആവില്ല അല്ലേ. അപ്പോൾ ഇവിടെ ഇത് ബാബൽ എന്ത് ചെയ്യും, ഇത് കൺവേർട്ട് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബാബൽ ഉപയോഗിക്കുന്നത്. ഇവിടെ ജസ്റ്റ് റിട്ടേൺ ഒരു HTML ആണ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നത്. സാധാരണ ജാവാസ്ക്രിപ്റ്റിൽ അത് വർക്ക് ചെയ്യില്ല. ഓക്കെ, ഇനി ഇതൊരു നമുക്കൊരു കമ്പോണൻ്റ് ആണ്, റിയാക്റ്റിലെ ഒരു കമ്പോണൻ്റ് ആണ് ഈ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് കമ്പോണൻ്റ് എന്നും അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അതിനുശേഷം ആദ്യം നമ്മൾ ആ ഒരു എലമെൻറ്റ്, ഏത് എലമെൻറ്റിലാണ് നമുക്ക് റിയാക്ട് ആപ്ലിക്കേഷൻ പ്ലേസ് ചെയ്യേണ്ടത്, ആ ഒരു എലമെൻറ്റ് സെലക്ട് ചെയ്തിട്ട് ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യും. അതായത് കോൺസ്റ്റ് കണ്ടെയ്നർ ഈക്വൽ ടു document.getElementById റൂട്ട്. ആ ഒരു എലമെൻറ്റ് സെലക്ട് ചെയ്ത് വെച്ചു. അതിനുശേഷം നമ്മളൊരു റൂട്ട് ആപ്ലിക്കേഷൻ ഉണ്ടാക്കുകയാണ്. റിയാക്റ്റിൻ്റെ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. കോൺസ്റ്റ് റൂട്ട് ഈക്വൽ ടു React.DOM. React.DOM എന്ന് വരുന്നത് ഈ ഒരു DOM ഫയലിലാണ് അങ്ങനെ ഒരു വേരിയബിൾ ഉള്ളത്. React.DOM.create root എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ വിളിച്ചു. എന്നിട്ട് അതിലേക്ക് ഏത് കണ്ടെയ്നറിലാണ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നത് ആ ഒരു എലമെന്റ് പാസ് ചെയ്ത് കൊടുത്തു, DOM എലമെന്റ്. അതിനുശേഷം നമ്മൾ ഈ ഒരു ഉണ്ടാക്കിയുള്ള റൂട്ട് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ആണ്. ആ ഒരു ഒബ്ജക്റ്റിൽ നമുക്ക് റെൻഡർ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ root.render എന്താണ് റെൻഡർ ചെയ്യേണ്ടത്, മൈ ആപ്പ് എവിടെ നിന്നാണ് വന്നത്, നമ്മൾ ഈ ഒരു ഫംഗ്ഷന്റെ പേരുണ്ടല്ലോ, ആ പേര് നമ്മൾ ഒരു HTML എലമെന്റ് പോലെ അവിടെ കൊടുക്കാം. പിന്നെ സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്തു സാധാരണത്തെ പോലെ തന്നെ. ഇതാണ് ഒരു റിയാക്ട് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. ആ ഒരു HTML ഫയൽ ഞാൻ എൻ്റെ ബ്രൗസറിൽ ഓപ്പൺ ചെയ്തപ്പോൾ നമുക്ക് ഹലോ വേൾഡ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ആപ്ലിക്കേഷൻ വർക്കിംഗ് ആണ്. നമുക്കൊരു കണ്ടന്റ് ചേഞ്ച് ചെയ്ത് നോക്കാം. ഹലോ റിയാക്ട് എന്നാക്കി. അതിനുശേഷം ബ്രൗസർ റീഫ്രഷ് ചെയ്തു. ഹലോ റിയാക്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇതാണ് ഒരു സിമ്പിൾ ആയിട്ടുള്ള റിയാക്ട് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. നമുക്ക് മെയിനായിട്ട് 2 ജാവാസ്ക്രിപ്റ്റ് ഫയൽ, റിയാക്റ്റും React.DOM-ഉം ഇൻക്ലൂഡ് ചെയ്യണം. നമ്മൾ JSX എന്ന് പറയുന്ന ഈ ഒരു അപ്രോച്ച്, അതായത് HTML ജാവാസ്ക്രിപ്റ്റിൽ HTML എഴുതുന്ന അപ്രോച്ച് നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട്
നമുക്ക് ബാബൽ കമ്പൈലർ വേണം. അതുകൊണ്ട് ബാബൽ കമ്പൈലറും കൂടെ ഇൻക്ലൂഡ് ചെയ്തു. അതിനുശേഷം ഒരു കമ്പോണൻ്റ് ഉണ്ടാക്കി. ആ കമ്പോണൻ്റ് നമ്മൾ ഒരു മെയിൻ റൂട്ടിലേക്ക് റെൻഡർ ചെയ്തു. ആപ്ലിക്കേഷൻ ഉണ്ടാക്കി അതിൽ റെൻഡർ ചെയ്തു. ഇങ്ങനെയാണ് ഒരു റിയാക്ട് ആപ്ലിക്കേഷൻ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത്.